ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ അടുത്ത് എൻ്റെ ഒരു ക്ഷമ ചോദിക്കണ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വാക്ക് 2 മിനിറ്റ് നിങ്ങൾ കേൾക്കണം പറഞ്ഞിട്ടാണ്. ഈയിടെ ഞാൻ കേരള ന്യൂസുകൾ ജാസ്തി കാണും. ഞാനെല്ലാവരും മൈസൂർ കർണാടകനാണ്. അവിടെ എന്താ ന്യൂസ് പറഞ്ഞാൽ MDM, LSD, ഹെറോയിൻ, FM, ഡ്രഗ്സ് ഐറ്റം, എല്ലാ ഡ്രഗ്സ് ഐറ്റം തന്നെ ജാസ്തി കേരളത്തിൽ പിടിക്കുന്നത്. ലഹരി ഐറ്റം മിക്കവാറും അതും ആൺകുട്ടികളില്ല പെൺകുട്ടികളില്ല എല്ലാവരും വിമാനത്തിലടക്കമാണ് കടത്തിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇടി പാളായി. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവർക്കൊരു മുദ്ര കുത്തിയ മാതിരി ബ്ലാക്ക് സീലാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ. എന്താ MDM കിടത്തി കഴിഞ്ഞതാണ്, കഞ്ചാവ് എടുത്ത് കഴിഞ്ഞതാണ്, അങ്ങനെ പേര് മോശപ്പെട്ട പേര്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ ഒരു തെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാറുകളില്ല നമ്മളെ കർണാടകയിൽ. ഇപ്പോൾ ഞാൻ്റെ ഒരു ചെറിയ പിരോണം താലൂക്കിൽ 18 ബാർ 3 ബീവറേജ് ഉണ്ട്. ഏത് ബാർ പോയാലും ഫ്രീയാണ്, പെട്ടെന്ന് പോയാൽ അവിടെ കിട്ടും. എല്ലാതരം ഡ്രിങ്ക്സുകളുണ്ട്, നല്ല ഒറിജിനൽ ഡ്രിങ്ക്സ് തന്നെ. ഞാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ പോയിട്ടുണ്ടായി. കേരളത്തിൽ പോകുമ്പം ബാർ തേടിയിട്ട് തന്നെ ഒരുപാട് ദൂരം പോയി, ബാർ കിട്ടിയില്ല. ലാസ്റ്റ് ഒരു ബീവറേജ് കിട്ടി. ബീവറേജിന് ഒരു കുപ്പി ബീർ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ക്യൂവിലാണ് നിന്നിട്ടാണ് ബീവറേജിന് സാധനം വാങ്ങിക്കുന്നത്. അതുവരെ നല്ല ബീറും അല്ല, കുടിക്കാൻ പറ്റാത്തൊരു ബീർ പറഞ്ഞാൽ കേരളത്തെ ബീറായിരുന്നു. എന്തായാലും അത്രയും മോശപ്പെട്ട രീതിയിലാണ് അവരുണ്ടാക്കുന്നത്, കൊടുക്കുന്നത്. നല്ല ഡ്രിങ്ക്സ് കൊടുക്കണില്ല. ദയവിട്ടിട്ട് ഇപ്പോൾ രാവിലെ വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് വരിക, മെയിലും കൈ വേനേണ്ട ഒരു ക്ഷീണം കൊണ്ട് ഒരു 90 തോട്ടിയാൽ അടിക്കും. അതടിക്കണം പറഞ്ഞാൽ 2 മണിക്കൂർ ബാറിൽ ക്യൂ നിൽക്കുക പറഞ്ഞാൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർക്കണേ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിന് നമ്മൾ എന്താ പറയണമെന്ന് പറഞ്ഞാൽ ബാറുകളെല്ലാം ഓപ്പണാക്കാം, എല്ലാ ബാറുകളും ഓപ്പണാക്കാം. ഒരു നാട്ടിൽ ബാർ പണമെല്ലാം പോയിട്ട് കുടിക്കും, പണമില്ലാത്തവനൊക്കെ ലോക്കൽ ഡ്രിങ്ക്സ് ഉണ്ടാവും. അങ്ങനെ കള്ളു കുടിച്ചിട്ടൊന്നും ആരും അത്ര വലിയ പാളായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പാളായും കൊണ്ടില്ല എന്താ പറയുക, നിങ്ങൾ ബാറുകളെല്ലാം ക്ലോസ് ആക്കിയിട്ട് MDM ഇങ്ങനെ ബ്രൗൺ ഷുഗറും പിന്നെ മറ്റേ മയക്കുമരുന്നും ലഹരി ഐറ്റമുകളെല്ലാം കടത്തിയിട്ടാണ് ഇപ്പോൾ ആ കുട്ടികളെ കഴിഞ്ഞ് അവരുടെ ജീവിതം പാളാക്കുന്നത്. അവരുടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റികളായി, അവരുടെ ലൈഫ് ടൈം അവരുടെ ലൈഫേ പോയിസൺ ആയിക്കൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി കേരള സർക്കാർ നിങ്ങൾ വിചാരിച്ച് നാട്ടിലെല്ലായിടത്തും ബാറുകൾ ഓപ്പണാക്കുക, ബീവറേജുകൾ ഓപ്പണാക്കുക. ഓരോരോ താലൂക്കിൽ ഒരു 3 ബീവറേജും ഒരു 10 ബാർ ഓപ്പണാക്കി കഴിഞ്ഞാൽ ലഹരി ഐറ്റം ആരും കൈവെക്കില്ല. നിങ്ങൾ ഈ ലഹരി ഐറ്റം ബാർ ഫുള്ള് ക്ലോസ് ആക്കി ലഹരി ഐറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ചെക്കന്മാരെല്ലാവരും ഓൾമോസ്റ്റ് ഈ വേണ്ടാത്ത ലഹരി ഐറ്റങ്ങൾ പഠിച്ച് അവരുടെ ജീവിതം പാഴാക്കുന്നത്. ഇതിന് ഒന്നാമത്തെ കാരണം പറഞ്ഞാൽ കേരള സർക്കാർ തന്നെ. കേരള സർക്കാരിൻ്റെ അടുത്ത് എൻ്റെ ഒരു കോറിക്ക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാറുകളും ഓപ്പണാക്കുക, എല്ലാ ബാറുകളും ലൈസൻസ് കൊടുക്കുക, എല്ലാ ബാറുകളിലും എല്ലാതരം ലഹരികളും. ഇപ്പോൾ ഗോവയിലെല്ലാം കണ്ടോ, ഗോവയിലെല്ലാം എമ്മാതിരി അത് സൂപ്പർ പോളീസ് സ്ഥലങ്ങളാണ്, അത് എല്ലാ ബാറുകളും ഉണ്ട്. എന്താണ് അവിടുത്തെ ആൾക്കാർ പാളായിക്കണം, പാളായിട്ടൊന്നും ഇല്ല. അടുത്ത് ബാറുകൾ ഓപ്പണാക്കുക. ഇപ്പോൾ